ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു സൈറ്റിൽ വന്നപ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നമ്മളൊരു റാൻഡം ചെക്കിങ്ങിന് വേണ്ടി വന്നതാണ്. വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു മുൻപുണ്ടായതിനേക്കാൾ ഒരു പ്രൊഡക്ഷൻ കുറവ് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നു. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നല്ല പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും സാധാരണ ജൂൺ മാസത്തിന് അത്രയും പ്രൊഡക്ഷന് ഇപ്പോൾ കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം പറഞ്ഞിരുന്നു. ഇവിടെ 3 മാസം കൂടുമ്പം ഈ പാനലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്, നല്ല ക്ലീനായിട്ട് വൃത്തിയായിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു പാനലിൻ്റെ ഈ ഒരു പൊസിഷനിൽ നിഴൽ വീഴുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് പ്ലാവിൻ്റെ കമ്പ് വളർന്ന് ഈ പാനലിന് നേരെ വന്നു. അപ്പോൾ സൂര്യന് ഇപ്പം ഓൾറെഡി നോർത്ത് സൈഡിൽ കൂടി പോവുകയായതുകൊണ്ട് ഒരു ചെറിയ നിഴൽ നോർത്ത് സൈഡിൽ കൂടി പോകുമ്പോൾ നമുക്ക് നോർമലി ഇതിന് ഇഷ്യൂ വരില്ലായിരുന്നു. ഇപ്പോൾ നോർത്ത് സൈഡിൻ്റെ അങ്ങേ എൻഡിൽ സൂര്യൻ ചെന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതിൽ നിന്ന് ഉച്ച സമയത്തൊരു ചെറിയ നിഴലടിക്കും. ഈ പാനലിനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ നിഴലില്ലാത്തൊരവസ്ഥ വരുന്ന രീതിയിലാണ് ഈ സൂര്യൻ്റെ നിപ്പ്. നമുക്ക് ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും ഉച്ച സമയത്ത് പെട്ടെന്ന് ഇത് ഡൗൺ ആയി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് 5 കിലോവാട്ടിൻ്റെ സിസ്റ്റമാണ്. 2 സ്ട്രിങ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു സ്ട്രിങ്ങിൽ നിന്ന് ഇത് കൃത്യമായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടാകും. സെക്കൻഡ് സ്ട്രിങ്ങിൽ നിന്നാണ് കുറച്ച് കുറവ് വരുന്നത്. വലിയ കുറവില്ല, എന്നാൽ തന്നെ വെയിലിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു കുറവുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പ് മുറിച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ക്ലിയറായിട്ട് പഴയ പോലെ തന്നെ ഇവിടെ പെർഫോം ചെയ്യും. ഇപ്പോൾ ഇവിടെ സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെയുള്ള ഫുൾ സൈഡ് ഇത് ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല പ്രൊഡക്ഷനും കാര്യങ്ങളും ഉണ്ട്. സാധാരണ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ പറയും എൻ്റെ വീടിൻ്റെ മുകളിൽ മുഴുവൻ വെയിലാണ്, ഒരു കുറവില്ല എന്ന് പറയും. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നന്നായിരിക്കും. 4 വർഷത്തിന് മുകളിലായ ഒരു സിസ്റ്റമാണിത്. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു കസ്റ്റമറാണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കണം. ചുറ്റുമുള്ള മരങ്ങളൊക്കെ വളർന്നിട്ട് ഇതിന് മുകളിലേക്ക് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. സോളാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് നിങ്ങൾക്കറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കാം. കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.